ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു മാരത്തോണിൻ്റെ വീഡിയോ ആണ്. ചെറായി ബീച്ച് മാരത്തോൺ സീസൺ 2 DTPC ചെറായി ബീച്ച് മാരത്തോൺ എന്നായിരുന്നു അതിൻ്റെ പേര്. 2ാം പ്രാവശ്യമാണ് ഇത് നടക്കുന്നത്. കഴിഞ്ഞ വർഷവും നടന്നിരുന്നു. ചെറായി ബീച്ചാണ് ഇതിൻ്റെ വെന്യൂ. നിങ്ങൾക്ക് കടലിൻ്റെ ഇരമ്പിൽ ചെറുതായിട്ട് കേൾക്കാൻ പറ്റും. എറണാകുളം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ ചെറായി. ചെറായി റണ്ണേഴ്സ് ക്ലബ്ബും DTPCയും അതോടൊപ്പം പള്ളിപ്പുറം പഞ്ചായത്ത് സംയുക്തമായി ലഹരിമുക്ത മാലിന്യമുക്ത ഗ്രാമം എന്ന ലക്ഷ്യവുമായിട്ട് നടത്തിയ ഒരു മാരത്തോണാണ്. ഇതിൽ ഏകദേശം 1200ഓളം പേര് പങ്കെടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1345 ആണ്ടിലെ പ്രളയത്തിൽ കടലിൽ നിന്നും പൊങ്ങി വന്ന ഒരു ദ്വീപായിട്ടാണ് ചെറായിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഏകദേശം 27 കിലോമീറ്റർ നീളത്തിലായി കിടക്കുന്ന ഈ പ്രദേശത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് വീരൻപുഴയും പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ദ്വീപ് പ്രദേശമായിട്ടാണ് കരുതപ്പെടുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രവുമാണ് ചെറായി. ധാരാളം ടൂറിസ്റ്റുകൾ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ ആ പ്രദേശത്താണ് ധാരാളം പരിമിതികളുണ്ട്. ആ പ്രദേശത്താണ് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള മാരത്തോൺ നടന്നത്. എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു 500 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താം എന്ന് ഉദ്ദേശിച്ചിരുന്ന ഇവന്റ് അനൗൺസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം 1500 പേരോളം എത്തി. നിർബന്ധിതമായി നമ്മൾ ഇതിന്റെ രജിസ്ട്രേഷനൊക്കെ അവസാനിപ്പിക്കുകയായിരുന്നു. കാരണം നമുക്കിവിടെ വളരെ പരിമിതികളുള്ള ഒരു സ്ഥലമാണ്. വലിയ നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങളോ ഒത്തിരി ആൾക്കാരെ ഉൾക്കൊള്ളാനായിട്ടുള്ള വലിയ ഗ്രൗണ്ടുകളോ ഒന്നുമില്ല. ചെറായി ബീച്ച് മാരത്തോൺ DTPC ചെറായി ബീച്ച് മാരത്തോൺ സീസൺ 2 പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന എല്ലാ കായിക താരങ്ങളെയും വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ചെറായി DTPC ചെറായി ബീച്ച് മാരത്തോൺ സീസൺ 2 വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അറിവിലേക്കായി നമുക്കിന്ന് ഇവിടെ നടക്കുന്ന ഇവന്റ്സ് 21 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ മിനി മാരത്തോൺ, അതിനുശേഷം 5 കിലോമീറ്റർ ഫൺ റണ്ണും വളരെ വ്യത്യസ്തമായി നമ്മൾ ഈ വർഷം സംഘടിപ്പിക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റണ്ണും ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട MLA ഞങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്കറിയാം, ഏത് ജനപ്രതിനിധിയാണെങ്കിലും വെളുപ്പിനേറ്റ് വരില്ല. അദ്ദേഹം ആ ഒരു ഇത് കാണിച്ചേക്ക് ആദ്യം എത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെയും നമ്മളെ വിശിഷ്ട വ്യക്തികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങാണിത്. നമ്മുടെ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായും രാഖി ആൻഡ് കവിത, സിൻ കവിത ആൻഡ് സിൻ രാഖി ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള 2 പ്രൊഫഷണൽ സുംബ ഇൻസ്ട്രക്ടേഴ്സ്. അവരുടെ നേതൃത്വത്തിലുള്ള ഇൻസൈറ്റ് ഫിറ്റ്നസ് സ്ത്രീകളുടെ മാത്രം ഒരു ക്ലബ്ബാണ്. ഇത് മാത്രമല്ല, ഇവരുടെ ടീമിൽ നിന്ന് കുറെ ആൾക്കാർ ഓടാനും ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു കയ്യടിയോടുകൂടി അവരെ നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. നല്ലൊരു കയ്യടി. കമോൺ. അപ്പോൾ വാമപ്പിന് വേണ്ടി 21 കിലോമീറ്റർ റണ്ണിനുള്ള ആൾക്കാർ എല്ലാവരും റെഡി അല്ലേ? വാമപ്പിന് 21 കിലോമീറ്റർ റണ്ണേഴ്സ് ഒന്ന് സ്റ്റേജിന്റെ ഫ്രണ്ടിലോട്ട് വരിക. ബാക്കിൽ നിൽക്കുന്ന എല്ലാവരും ജോയിൻ ചെയ്യുക വാമപ്പ് സെഷന്. നമ്മള് ഇവിടെ നിങ്ങൾ നേരെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 4.5 കിലോമീറ്റർ 5.5 കിലോമീറ്ററിൽ നിങ്ങൾക്ക് യൂ ടേൺ ഉണ്ടാവും. വീണ്ടും തിരിച്ച് നിങ്ങൾ ഈ സ്ഥലത്തോട് തന്നെ വന്ന് വീണ്ടും മുന്നോട്ട് പോകും. സുന്ദര ഗ്രാമം എന്റെ പള്ളിപ്പുറം സമ്പൂർണ്ണ ലഹരി മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചെറായി റണ്ണേഴ്സും പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന DTPC ചെറായി ബീച്ച് മാരത്തോൺ സീസൺ 2 21 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ ഇതായുടെ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെട്ടിട്ടാണ് ഈ ചെറായി എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ നിൽക്കുന്നത് ചെറായി ബീച്ചിലാണ്. നിങ്ങളുടെ പിൻവശത്തേക്ക് ഒരു 3-4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴിപ്പള്ളി ബീച്ചിലെത്താം. നിങ്ങൾ മുൻപോട്ട് ഒരു 4 കിലോമീറ്റർ 4.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുനമ്പം ബീച്ചിലെത്താം.
ഈ മുനമ്പം ബീച്ചിൽ ചെന്നാൽ കടലിനുള്ളിലേക്ക് സുന്ദരമായിട്ടുള്ള ഒരു പുലിമുട്ടുണ്ട്. അതിലൂടെ നമുക്ക് കടലിന്റെ ഉള്ളിലേക്ക് നടന്നു പോകാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സ് ഫെസിലിറ്റി, നിങ്ങൾക്കൊക്കെ കിറ്റ് കിട്ടിയപ്പോൾ, ഇന്നലെ കിറ്റ് കിട്ടിയപ്പോൾ അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള വാട്ടർ സ്പോർട്സ് ഒക്കെ എൻജോയ് ചെയ്യാനുള്ള കൂപ്പണുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് വേണം പോകാൻ. റെഡിയാണോ? ഓടാൻ റെഡിയാണോ? ആദ്യമായിട്ട് 10 കിലോമീറ്റർ ഓടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? ഒന്ന് കൈവക്കിക്കേ. കുറെ ആൾക്കാരുണ്ട്. നല്ലൊരു കൈയടി കൊടുത്തേ അവർക്ക്. നമ്മുടെ ചെറായിലാണ് അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു 10 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടെ കൗണ്ട് ചെയ്യാം. 9, 8, 7, ആദ്യമായിട്ട് 5 കിലോമീറ്റർ ഓടുന്ന എത്ര ആൾക്കാരുണ്ട്? വളരെയധികം ആൾക്കാരുണ്ട്. അടുത്ത വർഷം 10 ഓടണം കേട്ടോ. നല്ലൊരു കൈയ്യടി കൊടുത്തേ അവർക്ക്. ഓക്കെ, നമുക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ഫിനിഷ് ചെയ്യണം. റെഡിയാണോ? ഓക്കെ ആണോ? കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കൗണ്ട് ഡൗൺ തുടങ്ങാം. കൂടെ കൗണ്ട് ചെയ്തോളാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. സൂക്ഷിച്ചോളാം. ഓൾ ദ ബെസ്റ്റ് റണ്ണേഴ്സ്. 5 കിലോമീറ്റർ റൺ ചെറായി ബീച്ച് മാരത്തോൺ സീസൺ 2-ന്റെ 5 കിലോമീറ്റർ റണ്ണിന്റെ ഫ്ലാഗ് ഓഫ് ആണ് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട MLA, ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, DTPC സെക്രട്ടറി, ഇന്ത്യൻ വോളിബോൾ താരം ബി അനിൽ, റോട്ടറി ക്ലബിന്റെ ഭാരവാഹികൾ, അതോടൊപ്പം ഈ റണ്ണിൽ പങ്കെടുക്കുന്ന എല്ലാ ഓട്ടക്കാർക്കും എല്ലാവിധ ആശംസകളും നൽകുകയാണ്. ചെറായി ഇന്ന് ടൂറിസം ഭൂപടത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ കായിക ചരിത്രത്തിലും ഒരു ഐലൻഡ് പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന്, ഇത്രയധികം പരിമിതികളുള്ള പാരിസ്ഥിതികമായ പ്രത്യേകതകളുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മളോടൊപ്പം വന്ന സുധി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഇൻസ്പെക്ഷൻ റൂമിന്റെ സമീപത്തേക്ക് എത്തിച്ചേരുക. സീസൺ 2
അച്ഛന്റെ പള്ളിപ്പുറം സംസ്ഥാന ലഹരി മുക്ത മാലിന്യമുക്ത മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിന് സമീപം നമ്മുടെ മെഡിക്കൽ ഇൻസ്പെക്ഷൻ റൂമും അതോടൊപ്പം ഫിസിയോ സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേജിന് പിൻവശത്തായി നമ്മുടെ MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ DTPC സെക്രട്ടറി, നമ്മുടെ സ്പോൺസേഴ്സ്, എല്ലാ ആൾക്കാരെയും മെഡലുകൾ കൈപ്പറ്റിയതിനു ശേഷം മാത്രമേ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാറാവൂ. നമ്മുടെ ഭിന്നശേഷി റണ്ണേഴ്സ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിയെത്തുകയാണ്. നമ്മുടെ റിസൾട്ടുകൾ ശേഷമാണ് നമ്മുടെ റിസൾട്ട് അനൗൺസ്മെന്റിലേക്ക് പോകുന്നത്. നമ്മുടെ ജസ്റ്റിൻ ചേട്ടൻ ഓടി എത്തുന്നുണ്ട്, നമ്മുടെ പ്രസിഡന്റ്. ഈ ക്ലബിന്റെ ഒരു പ്രത്യേകത, ഈ ക്ലബിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം ഓട്ടക്കാരാണ്. ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട കാര്യം, ഈ ക്ലബിന്റെ പ്രസിഡന്റ് നമ്മൾ ഓടി വരുന്ന ജസ്റ്റിൻ ചേട്ടനാണ്. ഇന്ത്യയിൽ എവിടെ ഇവന്റ് നടന്നാലും പ്രൈസുമായിട്ട് വരുന്ന ആളാണ്. 100 മൈൽ ദൂരം ഓടിയിട്ടുള്ള ആളാണ്. ഏകദേശം 161 കിലോമീറ്റർ ദൂരം കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് വരെ ഓടി ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. 1200 കിലോമീറ്റർ സൈക്ലിംഗ് ചെയ്തിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ഇടയ്ക്ക് കൊച്ചിയിൽ നടന്ന കൊച്ചി മാരത്തോണിൽ 42 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ 1 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തത്. എക്സൈസ് ഉദ്യോഗസ്ഥനും കൂടിയാണ്. വിമുക്തിയുടെ പേരിലാണ് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും ഓടുന്നത്. നമുക്ക് എപ്പോഴും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. അതാണ് നമ്മുടെ പ്രസിഡന്റ്. ഇങ്ങനെ ആവണം പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. ഒരു സ്മാർട്ട് വാച്ച് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആരാണോ അതിന്റെ ഉടമ ഇവിടെ നമ്മുടെ ചെറിയ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഒരു ആദരവ് നൽകുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം പ്ലീസ്. ധാരാളം പരിമിതികളുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ഇങ്ങനെയുള്ള ഒരു കുട്ടനാട് എന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒരു മാരത്തോൺ നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കരപ്രദേശങ്ങൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളുള്ള ഒരു നല്ലൊരു വലിയ ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇത്ര വിജയകരമായിട്ട് ഈ ഇവന്റ് ഇവിടെ സംഘടിപ്പിക്കണം. റോഡിന്റെ പരിമിതി, ആകെ ഒരു ചെറിയ റോഡേ ഉള്ളൂ. ധാരാളം സഞ്ചാരികൾ വരുന്ന റോഡാണ്. അങ്ങനെ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇല്ലാതെ ഈ ഇവന്റ് ഒരിക്കലും ഇവിടെ സാധ്യമാകത്തില്ല. നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് ഷെയർ ചെയ്തോളുക. ഇനി ആരോഗ്യ പട്ടാളത്തിൽ ചെന്നിട്ടായിരിക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ചിലപ്പോ, അല്ലേ? IPS-ന് നമ്മളുടെ സമ്മാനം നൽകുന്നു. സാറ് 42 കിലോമീറ്റർ റൺ ചെയ്യുന്ന ആളാണ്. ഫുൾ മാരത്തോൺ ഓടുന്ന ആളാണ്. നല്ല കൈയടി വേണം, നല്ല കൈയടി കൊടുക്കാം. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. നമ്മുടെ എല്ലാം പോളേട്ടൻ 2 തവണ 100 മൈൽ ദൂരം ഓടി ചരിത്രം നേടിയ 100-ന് പുറത്ത് മാരത്തോൺ, കൃത്യ കണക്ക് എനിക്ക് അറിയത്തില്ല, 164-42 കിലോമീറ്റർ മാരത്തോണുകൾ ഫിനിഷ് ചെയ്ത പോളേട്ടൻ. എത്ര വയസ്സായി പോളേട്ട? 70 ആയിട്ടുള്ളതാണ് പോളേട്ടൻ പറയുന്നത്. 60 വയസ്സിലാണ് ഓട്ടം തുടങ്ങിയത്. ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി? 36,000 കിലോമീറ്റർ. പോളണ്ടിന് സ്വന്തമായി ഫാൻസ് അസോസിയേഷൻ ഉണ്ട് കേട്ടോ. ഞാനാണ് പ്രസിഡന്റ്. ഇവരൊക്കെ ആ കമ്മത്തിന് 77 വയസ്സാണ് കേട്ടോ.
ആ സമയത്ത് ഞാനൊന്നും ഉണ്ടാകത്തില്ല എന്തായാലും. നമ്മുടെ വാമപ്പ് സെഷനുകൾ കൈകാര്യം ചെയ്ത ഇൻസൈറ്റ് ഫിറ്റ്നസ് ഏകദേശം 6-7 പേരുടെ ഒരു ടീമായിരുന്നു. അവര് വളരെ പ്രൊഫഷണലായി ഓരോ കിലോമീറ്റർ റണ്ണുകൾക്കും കൃത്യം വേണ്ട രീതിയിൽ നൽകി സഹായിച്ച ഇൻസൈറ്റ് ഫിറ്റ്നസ് ഇതൊരു ലേഡീസിന്റെ ഒരു ക്ലബ്ബാണ്. ഇവരുടെ ക്ലബിൽ നിന്ന് കുറച്ച് മെമ്പേഴ്സ് മാരത്തോണിലും പങ്കെടുത്തിരുന്നു. സുംബ സപ്പോർട്ടിന് ഞങ്ങളൊരു സമ്മാനം തരുന്നു. അതുപോലെ ഈ ലേഡീസ് ഉള്ളി ക്ലബിന് ഒരു വേറൊരു സമ്മാനമുണ്ട്. അത് നമ്മുടെ DTPC സെക്രട്ടറി തരുന്നു. സുംബയുടെ സമ്മാനം നമ്മുടെ MLA, ഏറ്റവും പ്രിയപ്പെട്ട MLA തരുന്നു. MLA എല്ലാം കണ്ടിട്ടാണ് പറയുന്നത്, വെറുതെ അല്ല കേട്ടോ. രാവിലെ തൊട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിനപ്പുറം എന്താ അപ്രിസിയേഷനാണ്. അതെ, ഇവരെല്ലാവരും നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മാരത്തോൺ വേദികളിൽ സ്ഥിര സാന്നിധ്യങ്ങളാണ്. ഇൻസൈറ്റ് മീഡിയയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ ക്ലബിനുള്ള സമ്മാനം അടുത്ത നമ്മുടെ DTPC സെക്രട്ടറി നൽകുന്നു. സഹായിച്ച സീസണൽ ഡിസൈൻസ്, അവരുടെ ടീഷർട്ടും അടിപൊളിയാണ് കേട്ടോ. ഒരെണ്ണം ചോദിക്കണം, കിട്ടുമോ നോക്കട്ടെ. seasonaldesigns.in അവരുടെ വെബ്സൈറ്റ് ആണെന്ന് തോന്നുന്നു, അവിടെ കയറി നോക്കുക ആവശ്യമുള്ളവർ. അപ്പൊ താങ്ക് യു സോ മച്ച് സീസണൽ ഡിസൈൻസ്. ക്യാഷ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ് ഒന്നും അല്ല ഇവിടെ കിട്ടുന്നത്. ഇതൊരു നാട്ടുമ്പുറത്തെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ ഒരുമിച്ച് കൂടി നടത്തുന്ന ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. മാഗ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. കഴിഞ്ഞ മാസം ഇവര് ഏകദേശം 2000 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോൺ എന്ന പേരിൽ ഒരു വലിയ ഇവന്റ് 42 കിലോമീറ്റർ 21 കിലോമീറ്റർ റണ്ണ് തൃശ്ശൂരിൽ നടത്തിയിരുന്നു. എന്തായാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എല്ലാവരും പോരട്ടെ. ഒത്തിരി മികച്ച ഓട്ടക്കാരുണ്ട് കേട്ടോ. കമ്മ്യൂണിറ്റിയാണ്. ദീപു നമ്മുടെ പോലീസുകാരനാണ്, ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ആളാണ്. കൊല്ലത്തൂന്ന് വരെയുള്ള ഒരു പക്ഷേ തൃശ്ശൂർ ക്ലബിൽ മെമ്പറാണ്. അതിന്റെ രഹസ്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരാൾ കൊല്ലംകാരൻ ഇപ്പോണ്ട്. സമ്മാനം വാങ്ങാൻ പ്രശാന്ത് ഭായി ക്ഷണിക്കുന്നു. ധനേഷ് സി രത്നപാൽ നമ്മുടെ തൃശ്ശൂർ മാരത്തോണിലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം മാരത്തോണുകൾ ഓടുന്ന വ്യക്തിയാണ് ശ്രീ ധനേഷ്. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് സപ്പോർട്ടിങ് us. സംഘടിപ്പിച്ച ഈ ഇവന്റിന്റെ ഔദ്യോഗികമായ സമ്മാനദാന വിതരണം തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നു. ആദ്യമായി 10 കിലോമീറ്റർ വിഭാഗം കൊണ്ടാണ് റണ്ണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിശിഷ്ടാതിഥികൾ ചേർന്ന് ക്യാഷ് പ്രൈസും മെമെന്റോയും നൽകി ആദരിക്കുന്നു. അടുത്തതായി 56 വയസ്സിന് മുകളിലേക്കുള്ളവരുടെ കാറ്റഗറിയെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. വോൾ ഫിസിയോയുടെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ, ക്യാഷ് പ്രൈസ്, അതോടൊപ്പം മെമെന്റോയും നൽകി ആദരിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥികൾ ചേർന്ന് ക്യാഷ് പ്രൈസും ചേച്ചിക്കുണ്ട് കേട്ടോ, ഇപ്പുറ സൈഡിൽ നിന്നുള്ള മേടിച്ചു. അതിനോടൊപ്പം ഒരു വോൾ ഫിസിയോയുടെ ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട്. അങ്ങനെ 56 വയസ്സ് കാറ്റഗറിയിലെ 3 വിജയികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അടുത്തതായി നമ്മൾ പോകുന്നത് 35 മുതൽ 50. ഓക്കെ, ഞങ്ങളുടെ ഇവന്റിൽ ഇനിയും വരിക, ഞങ്ങളുടെ ഇവന്റിനെ വൻ വിജയമാക്കി മാറ്റുക. കുളൂരിൽ നിന്ന് വന്ന നഞ്ചുണ്ടങ്കാരിയാണ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു നഞ്ചുണ്ടങ്കാരി. അദ്ദേഹത്തിന്റെ ടൈമിംഗ് വന്നിരിക്കുന്നത് 47 മിനിറ്റും 11 സെക്കൻഡുമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇത്ര ദൂരെ നിന്ന് വന്ന് നമ്മുടെ ഇവന്റിനെ നല്ല ലെവലിൽ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹരി ഫ്രം ചോറ്റാനിക്കര റൈസ് ആൻഡ് റണ്ണിന്റെ ക്ലബ് മെമ്പർ ആണ് അല്ലേ? പോലീസാണോ? ആഹാ, ഒത്തല്ലോ. പോലീസും എക്സൈസും എല്ലാം സ്റ്റേജിലായി. ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെടേണ്ടി വരും. ഓക്കെ, excellent, you people nailed it, congratulations. സമ്മാനം നേടാറുള്ള ആളാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഇന്ത്യൻ വോളിബോൾ ഇതിഹാസം ശ്രീ ബി അനിൽ സാറാണ് സമ്മാനം നൽകുന്നത്. വളരെ സ്നേഹത്തോടു കൂടിയുള്ള ആശംസകൾ അറിയിക്കുന്നു. വീണ്ടും മാരത്തോൺ ഇവന്റുകളിൽ നിറഞ്ഞ സമ്മാനങ്ങൾ നേടട്ടെ. ധാരാളം സമ്മാനങ്ങൾ. എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാമല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റണ്ണായിരുന്നു, നന്നായിട്ട് ഓടാൻ പറ്റി. ഓക്കെ, 40 ഡിഗ്രി ചൂടായിരിക്കും. രാത്രി 12 മണിയാകുമ്പോൾ മൈനസിലേക്ക് വരും. ആ കാലാവസ്ഥയിൽ കൂടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന ആ ഒരു സമയത്തെ കാലാവസ്ഥ നമ്മളോട് അനുഭവിച്ചോണ്ടെന്ന് വെച്ച് ഇന്ത്യൻ ആർമി ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. ഇപ്പൊ പ്രദീപ് കുമാർ മേനോൻ അദ്ദേഹം ഒരു സ്പോർട്സ് ഇവന്റ് ഓർഗനൈസറും കൂടാണ്. PB ചലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഇവന്റ് ഒരു ഓർഗനൈസേഷന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമാണ്. സാറിന് എല്ലാവിധ ആശംസകളും. ഇനിയും പുതിയ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്.
ഇവർ ചെറായി റണ്ണേഴ്സ് വളരെ കമൻറ്റബിൾ ആയിട്ടുള്ള ജോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പരിമിതമായ സാഹചര്യങ്ങളിൽ ഇത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്തിട്ട് അതും ഇത്രയധികം ക്യാഷ് പ്രൈസും ഇവിടെ പറയാൻ വാക്കുകളിൽ അത്രയധികം ആളുകളെ ആദരിച്ചു. എല്ലാ രീതിയിലും എല്ലാ മാരത്തോൺ ഈവന്റ് സംഘടിപ്പിക്കുന്നവർക്ക് ഒരു മാതൃകയാണ് ചെറായി ബീച്ച് റണ്ണേഴ്സ്. ഇതാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ MLA ഇവിടുത്തെ ഇതൊക്കെ അപൂർവമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു സംഗതിയാണ്. സ്റ്റാർട്ട് മുതൽ ഞാനൊക്കെ ഒരു 10-25 റൺ നടത്തിയിട്ടുണ്ട്. ഒരു വിശിഷ്ടാതിഥി കേരള പോലീസിലെ ഉദ്യോഗസ്ഥനാണ്. ലാസ്റ്റ് ഊട്ടി അൾട്രാ ചെയ്തിരുന്നു അല്ലേ? അവിടെ പ്രൈസ് ഉണ്ടായിരുന്നു. 7ാം സ്ഥാനത്തുണ്ടായിരുന്നു. എത്ര കിലോമീറ്ററാ? 90 കിലോമീറ്റർ മുകളിലോട്ട് കയറി ഓടി. എത്ര മീറ്റർ എലിവേഷനാ? 3000 മീറ്റർ ഉയരത്തിലേക്ക് ഓടി കയറി 7ാം സ്ഥാനം കരസ്ഥമാക്കിയ മികച്ച ഓട്ടക്കാരനാണ്. ധാരാളം മിനിറ്റും 58 സെക്കൻഡുമാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അജി വളരെ സ്നേഹത്തോടു കൂടി ആദരവ് അർപ്പിക്കുന്നു. ഞങ്ങൾ സമ്മാനദാനം നടത്തുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട MLA നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നോ വറീസ്. ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ ഓൾ കേരള ഹൈക്കോടതിയിലെ സ്റ്റാഫാണ്. ജോമോൻ തോമസ്. കേസും വിചാരണയൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ജോമോൻ സ്ഥലം എവിടാണ്? പള്ളുരുത്തി, എറണാകുളം സ്വദേശിയാണ് ജോമോൻ. നല്ല മികച്ച സമയം 1 മണി. സഞ്ജു കമാൺ. സഞ്ജുവിന് മികച്ച സമയം കിട്ടിയിരിക്കുന്നു. 1 മണിക്കൂർ 30 മിനിറ്റും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക വളരെ ആൾക്കാരുടെ വലിയ സ്വപ്നമാണ്. 1 മണിക്കൂർ 30 മിനിറ്റും 50 സെക്കൻഡുമാണ്. 50 സെക്കൻഡ് കട്ട് ചെയ്യണം അടുത്ത പ്രാവശ്യം കേട്ടോ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം നടക്കുകയാണെങ്കിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം വളരെ എളുപ്പമാകും. ഈ ചെറായി മാരത്തോണിൽ സീസൺ 2-ൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും ചെറായി റണ്ണേഴ്സ് ക്ലബിന്റെയും DTPCയുടെയും പള്ളിപ്പുറം പഞ്ചായത്തിന്റെയും പേരിലുള്ള എല്ലാവിധ നന്ദികളും അറിയിക്കുന്നു. വീണ്ടും അടുത്ത വർഷം കാണാം. ഞാൻ ബിനീഷ് തോമസ് സൈനിങ് ഓഫ്. താങ്ക് യു ഓൾ.